അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമുക്ക് കപ്പയും ബീഫ് പുരട്ടി എടുക്കാം, കപ്പ വേവിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്, എന്നാലും ഒന്നുകൂടെ കഴുകിയെടുക്കണം. അപ്പോൾ കപ്പയെല്ലാം നമുക്ക് അരിഞ്ഞു കൊണ്ടുവരണം. പിന്നെ ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ തിരിഞ്ഞു പോയി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ബീഫിനുള്ള മസാല ആണ് പെരുംജീരകവും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മസാലപ്പൊടിയും കൂടെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. മസാലയും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ബീഫ് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ മസാല അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം അരമണിക്കൂറോളം മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ കുക്കർ അടിച്ചെടുത്തത്, 4 വിസിൽ അടിച്ചെടുത്തത്. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി ബീഫ് പുരട്ടിയതും കപ്പയായിരുന്നു. അപ്പോൾ നന്നായിട്ട് പുരട്ടി ഇനി ഇച്ചിരി ഉപ്പും എൻ്റെ കുറവുണ്ട്, ഉപ്പും ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് പുരട്ടി ഒന്നുകൂടെ വയ്ക്കാം. അരമണിക്കൂർ കുക്കർ അടച്ച് അങ്ങ് വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് കുക്കറിൽ വിസിലടിപ്പിക്കാം. അത് കുരുമുളക് പൊടിയാണേ. കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ പുരട്ടി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി അവിടെ വെച്ചേക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കപ്പ എല്ലാം അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് വെള്ളം ഒഴിച്ച് വേവിക്കാം. പിന്നെ കപ്പയ്ക്ക് അരയ്ക്കാനായിട്ട് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി, 2 അല്ലി കറിവേപ്പില. അപ്പോൾ അതത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേവിക്കാണെങ്കിൽ ബീഫ് വരട്ടാനുള്ള ഗ്രേവിക്ക് സവാളയും കറിവേപ്പിലയും തക്കാളിയും പച്ചമുളകും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുക്കറിലൊക്കെ അടിച്ച് എടുത്തുകൊണ്ട് വന്ന് നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ലാതെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയാണേ, നമ്മുടെ മൺചട്ടി തന്നെ എടുത്തത്, മൺചട്ടിയിൽ തന്നെ നമുക്ക് വയ്ക്കാം. അപ്പോൾ മൺചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക ആദ്യം. അത് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരുപാട് അങ്ങ് വാടി വരണ്ട, എന്നാലും ഒന്ന് വാടി വരട്ടെ, പച്ചച്ചവ അങ്ങ് മാറട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി വീണ്ടും കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വെച്ചതിന് ശേഷം അന്നേരം നോക്കിയപ്പോൾ ഒന്നുകൂടെ വരാനുണ്ട്. പിന്നെ ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി തക്കാളിയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് തക്കാളി അടച്ച് വെച്ച് കൊടുത്ത് തക്കാളി ഒന്ന് വാടി വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി വേവിച്ച് വെച്ചതിനകത്ത് നമ്മൾ
മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 4 സൈഡിലായിട്ട് അത് മാറ്റി കൊടുത്തു, സവാള വഴറ്റി വെച്ചത്. എന്നിട്ട് നമുക്ക് നടുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വരട്ടാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇനി നമുക്ക് കുരുമുളക് പൊടിയുള്ള ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ട് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ച ചുവ മാറുന്നിടം വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാളയും കൂടി ഇട്ട് ഇളക്കി എടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടി ഇട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്തതാ നന്നായിട്ട് പുരട്ടി ബീഫിനകത്ത് മുളകിൻ്റെയും എല്ലാം എരിവ് പിടിക്കുന്നിടം വരെ ആ തീയിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് വരണ്ട് വരട്ടെ. കാണുന്ന പോലെ അല്ലായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. കഴിക്കാനും കപ്പയുടെ കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ അത് മാത്രമാണ് കഴിച്ചത്, ചോറെടുത്തില്ല. കാരണം ചോറും കപ്പയും കൂടെ കഴിക്കാനൊക്കത്തില്ല, ഷുഗറുള്ള നിമിത്തം. അതുകൊണ്ട് കപ്പ മാത്രമാക്കി ഉച്ചഭക്ഷണം ഇന്നലത്തെ. അപ്പോൾ നന്നായിട്ട് ഗ്രേവി അകത്ത് മസാല എല്ലാം പിടിക്കുന്നിടം വരെ ഒന്നുകൂടെ ഇളക്കി വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഒരു സവാള, ഒരു കുഞ്ഞ് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലിട്ട് വയ്ക്കാം. അപ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കുമ്പോഴെന്ന് വിചാരിച്ച്. അപ്പോൾ അതുമെല്ലാം ഇട്ട് കൊടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി കപ്പയും പുരട്ടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കപ്പയും പുരട്ടി വെച്ചിട്ടുണ്ട്, പുരട്ടാനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് പുരട്ടിയെടുക്കാം. വേവിച്ചൂറ്റി വെച്ച കപ്പയിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുത്തു ഒന്ന് കുടഞ്ഞിട്ട് അരപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോയൊന്നുമില്ല, കറക്റ്റ് അളവിൽ വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്ത് അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി വാഴയിലക്കകത്തൊക്കെ കഴിക്കാം. വാഴയിലക്കകത്താകുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കപ്പ എടുത്ത് ഇന്നലത്തെ ഉച്ചയൂണ് ഇതാണ് ഞാൻ ഇന്നലെ എൻ്റെ ഊണിന് പകരം ഇട്ടത്. ആവശ്യത്തിന് ബീഫും എടുത്ത് നമുക്ക് കഴിക്കാം. ആർക്കെങ്കിലും വേണോ, കഴിക്കാൻ വരുന്നുണ്ടോ? നോക്കിയേ എന്ത് രുചിയായിരുന്നറിയാമോ. ഒത്തിരി നാളിന് ശേഷമാണ് ഇങ്ങനൊരു കപ്പയും ബീഫും കൂടെ കഴിക്കുന്നത് കൊണ്ട് സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് കഴിക്കാൻ പോവാണ്. ഞാൻ എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ആകുന്ന. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് തരിക.